ഹലോ, നമ്മളുടെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അതൊക്കെ എങ്ങടാ പോണാ പറയുന്ന ഏത് പൂരം? പൂരാണോ? വോയിസ് ഇടാം. പൂരത്തിന് പോവാണ് ഗായ്സ്. നമ്മൾ പൂരത്തിനല്ല കേട്ടാ പോണത്, കാവടിക്കാണ് പോണത്. നമ്മള് ആദ്യം വണ്ടിയിലാണ് പോണത്, കാറിലാട്ടോ പോണത്. കരുമത്ര കാവടി. എനിക്ക് ആ പോണ ടൈമിൽ അറിയണ്ടായിരുന്നില്ല. പിന്നെ ഫോൺ വിളിച്ച് ചോദിച്ചപ്പോഴാണ് കരുമത്ര കാവടിയാന്നൊക്കെ അറിഞ്ഞത്. അപ്പം നമ്മൾ വണ്ടിയിലാണ് പോയത്, കാരണം കാറിലെ പോയത്. അപ്പം നമ്മളിവിടെ ഗോഡ്വിൻ്റെ വീട്ടിൽ നമ്മൾ വണ്ടി വെച്ചിട്ട് പിന്നെ നമ്മൾ അവരുടെ സ്കൂട്ടിയിലാണ് പോണത്. കാരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ കാർ അവിടെ വെച്ചിട്ട് സ്കൂട്ടിയിലാണ് പോയത്. അങ്ങനെ വീട്ടിലൊക്കെ എത്തിയത് നമ്മളെ അപ്പൂസിൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും അമ്മയും 2 അമ്മമാരാണ് കേട്ടോ. പിന്നെ ആമ്പൂറിൻ്റെ അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തി തരട്ടെ. ഇത് നോക്കിയാൽ നല്ല രസമില്ല ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ ആദ്യം പെയിൻറ്റിങ് ആണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അപ്പൻ്റെ വീട്ടിൽ പോയപ്പോൾ തൊട്ടപ്പുറത്ത് അവരെ വലിയച്ഛൻ്റെ വീടാണ്. അപ്പോൾ എന്നെ അമ്മ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഷോർട്സിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. നോക്കുമ്പോൾ ഇത് സ്റ്റിക്കർ അത്രേ, പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ സ്റ്റിക്കറാന്ന് തോന്നില്ലല്ലോ, പെയിൻറ്റിങ് പോലല്ലേ. അങ്ങനെ കുറച്ച് നേരം നമ്മൾ തിരിച്ച് അപ്പൻ്റെ വീട്ടിലേക്ക് വന്നു. ഇതാണ് ആമ്പുറു. ഇത് ആമ്പൂറിൻ്റെ ട്വിങ് ബ്രദറാണ് കേട്ടോ. എനിക്ക് എപ്പോഴും തെറ്റും. ഞാൻ അപ്പോൾ അടുത്ത കാലത്താണ് ഇവർ ട്വിങ്സ് ബ്രദറാന്ന് അറിയുന്നത്. അപ്പോൾ അമ്രുവിനെ കാണിച്ചു തരാം. അത് അമ്രുവിൻ്റെ ട്വിങ്ങായിട്ടുള്ള ബ്രദറാണ്, ഈ വെള്ള ഷർട്ട് ഇട്ട് നിൽക്കുന്നത്. ഇത് നമ്മളെ ദീപു. ഇതെല്ലാവരും ഇവിടെ കൂടിയിരിക്കണ എല്ലാവരും ഫോട്ടോഗ്രാഫർ, എഡിറ്റർമാർ, പിന്നെ വീഡിയോ എടുക്കണവർ, അത് ഫുള്ള് അങ്ങനത്തെ ഫീൽഡിലുള്ള ആൾക്കാരാണ് കേട്ടോ. ഇത് അമ്മുവിൻ്റെ അമ്മ വീഡിയോ എടുക്കാമെന്ന് പറയുമ്പോൾ അത് എടുക്കല്ലേട്ടാ മോളെ എന്നൊക്കെയാണ് ഈ പറയണത്. പിന്നെ എൻ്റെ ഫുഡ് കഴിക്കാൻ വിളിക്കാനായിട്ട് എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കണ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വിളിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട അമ്മ, എനിക്കിപ്പോൾ വേണ്ട, എനിക്ക് കുറേ കഴിഞ്ഞിട്ട് മതി, ഇക്ക വരട്ടെ, ഇക്ക വന്നിട്ട് ഫുഡ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കായിരുന്നു. ഒക്കെ വേറെ ആരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയിക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒരു പട്ടിക്കുട്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ടോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അവിടെ സംസാരിച്ചു. അതാണോ ഓടിച്ചിട്ടാ ബൈക്ക് കുടിക്കാറില്ല. ഏയ് അവിടെ ഓടിക്കാറില്ല. അന്ന് ഓടിച്ച് അലിക്കുട്ടൻ പേര് മാറ്റില്ലോ. അലിമോനാന്റെ വെഡിങ്ങിന്റെ പേരെന്താ? പേര് പറഞ്ഞോ, ഉറക്കെ പറയ്. ഇവന്മാരെന്നെ വണ്ടി ഓടിപ്പിക്കാനൊക്കെ പഠിപ്പിക്കുക കേട്ടോ. റീച്ച് കിട്ടും അത് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാണ് നമ്മളെ ഗോഡ്വിൻ. ഞാൻ പറയാറുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വലിയൊരു ഫോട്ടോഗ്രാഫറാണ്. ഇത് കുറേ പേരൊക്കെ വീഡിയോ കാണുമ്പോൾ അറിയും, ഇത് കാണുമ്പോഴാവോ ഇവളിതൊക്കെ ഇട്ടുണ്ടായിരുന്നോ എന്ന് വിചാരിക്കുന്നുണ്ടാവും കേട്ടോ. ഇതാണ് അപ്പോസിൻ്റെ അച്ഛൻ, അത് അമ്മ കേട്ടോ, അമ്മൂമ്മയാണ് അത് കേട്ടോ. അച്ഛൻ എന്താ പറയണെന്ന് വെച്ചാൽ ഈ കുട്ടി നേരത്തെ വന്നിരിക്കുന്നതാണ്, ആദ്യം വന്ന കുട്ടിയാണ്, അതിനെന്തെങ്കിലും കൊടുക്കുക എന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അച്ഛൻ അതിനെന്തെങ്കിലും കൊടുക്കുക നീ എന്നൊക്കെ അമ്മോട് പറയുന്നത്. അങ്ങനെ ഓരോരുത്തരൊക്കെ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ. പെരുന്നാള് വെച്ചറിയാ പറടാ എന്താ പ്ലാൻ? ഗോഡ്വിന്റെ കല്യാണത്തിന് എന്താ പ്ലാൻ? പറയ്. ഫുഡ് കഴിക്കണം. പിന്നെ വേറെന്തൊക്കെ പറഞ്ഞല്ലോ പോ? പിന്നെന്താ പറഞ്ഞല്ലോ? താഴോട്ട് ആ കഴിഞ്ഞോട്ടാ. എനിക്ക്
പഠിക്കാനാണ് മേടിക്കാൻ പറഞ്ഞത്. ആ ഇറക്കത്ത് പഠിക്കാനല്ലോ. മാറുന്നു മാറുന്നു മാറുന്നു. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കലും കണ്ടിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. പൊറോട്ട, പത്തിരി, ചോറ്, മീൻകറി, അങ്ങനെ എന്ത് വേണമെങ്കിലും ഉണ്ട്. ഞാൻ പൊറോട്ട കഴിച്ചു, ഒരെണ്ണം കറിയും കൂട്ടിയിട്ട്. ഇത് വീഡിയോയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവ മനപ്പുറം ഗ്ലാസ്സൊക്കെ മുഖത്ത് വെച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പം അപ്പോൾ പറയുന്നുണ്ട്, നീ എന്താണ് ഈ ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതാണ് അവൻ എണിച്ച് പോയത് അവിടുന്ന്. പിന്നെ ലാസ്റ്റായിരുന്നു നമ്മൾ ഫുഡ് കഴിക്കും. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇറങ്ങി തുടങ്ങിയിട്ട് പരിപാടി കാണാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട്. ഇതാണ് അമ്രുവിൻ്റെ അമ്മ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. പിന്നെ ഓരോ സ്റ്റുഡിയോയിലത്തെ ഓരോരോ ചേട്ടന്മാരായിട്ട്, ഇവരുടെ പേരൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇറങ്ങി. ഞങ്ങൾ പോയി കാവടിപ്പറമ്പ്. ചിലവർ പൂയം എന്നൊക്കെ പറഞ്ഞേക്കാം. എനിക്കത് നാള് മാത്രമേ പൂയം എന്നുള്ളൊരു കാര്യം മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അല്ലാണ്ട് ഈ കാവടിക്ക് പൂയം എന്ന് പറയുന്ന ഒരു കാര്യം എനിക്ക് അറിയണമെന്നില്ല. എൻ്റെ അവിടെ നടന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായി. അമ്മ എന്നെ സേഫായിട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ട് ഞാൻ കുറേ നേരം കണ്ടു. നിങ്ങൾ കാണും. കുറേ നേരം പരിപാടിയൊക്കെ കണ്ടു കഴിഞ്ഞു. അവിടെ ഒരു ചേച്ചിയൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കൊട്ടൻ എനിക്ക് ഓരോന്നിൻ്റെ പേരൊന്നും പറഞ്ഞുതരാമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഓരോരുത്തരെ അപ്പം കണ്ട് മനസ്സിലാക്കണം ഇതേത് ഐറ്റം കാര്യങ്ങൾ. അതൊക്കെ ചെണ്ടകെട്ടിക്ക, ശിങ്കാരിമേളം, കാവടി, പിന്നെ എന്താ, അത് മാത്രമേ എനിക്കറിയുള്ളൂ കേട്ടോ. ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതിന് തൊട്ടടുത്ത് നിന്നിട്ടാണ് ഞാൻ കാണുന്നുണ്ടായിരുന്നത്. ഇവർ ഓരോരോ ഗ്യാപ്പുകളില്ലേ, എന്താ പറയുക, ഓരോരോ സെൻറ്ററുകൾ വെച്ചിട്ടാണ് ഇവർ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. ഇതൊക്കെ പിന്നെ അമ്പലത്തെ വീഡിയോ കേട്ടോ. ഇതൊന്നും ഞാൻ പോയില്ല അമ്പലത്തേക്ക്, കാരണം കുറേ നടക്കാണ്ട്. അപ്പം പിന്നെ ഞാൻ പോയൊന്നുമില്ല. ഞാൻ അവിടെ ഒരു ഭാഗത്ത് ഇരുന്നു. ഇവിടേക്കൊന്നും ഞാൻ പോയില്ല കേട്ടോ. ഇത് അതിൻ്റെ ഉള്ളിൽ നടക്കണ ഓരോ കാര്യങ്ങളാണ്. കുറേ അധികം നടക്കാറുണ്ടായിരുന്നു. എനിക്കധികം നടക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് ഞാൻ പോയൊന്നുമില്ല.
ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവർ ഓരോരോ ഭാഗങ്ങൾ വെച്ചിട്ടാണ് ഈ ഡാൻസ് കളിക്കാന്ന്. നല്ല അടിപൊളിയായിട്ടോട്ട് കളിക്കാൻ ഒരു ചെറിയ കുട്ടിയൊക്കെ ഉണ്ട്. പിന്നെ ചേച്ചിമാരെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ അത് ചേച്ചിമാരൊന്നല്ല, ചിലത് 1-2 ചേച്ചിമാരുണ്ട്. ബാക്കിയൊക്കെ കുഞ്ഞു കുഞ്ഞു ആൾക്കാർ. ഒരു ചെക്കുണ്ടായിരുന്നു കേട്ടോ. കണ്ട ഇവരുടെ ഡാൻസൊക്കെ നല്ല അടിപൊളി. നമുക്ക് കുറേ നേരം കണ്ടിങ്ങനെ നിൽക്കാൻ പറ്റും. ഞാനിവർ പിന്നാലെ പോയി ഓരോരോ സ്ഥലത്ത് ഇവർ കളിക്കട്ടല്ലോ, അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പിന്നാലെ പോയി. ഓരോരോ ഭാഗത്തും ഇങ്ങനെ വേറെ വേറെ പാട്ടുകൾ വെച്ചിട്ടാണ് കേട്ടോ ഇവർ കളിക്കുന്നത്. എന്തായാലും ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ